ലഹരി ഒരു നാടിൻ്റെ ആകെ നിലനിൽപ്പിനെയും ഭാവിയെയും തകർക്കുന്ന വലിയൊരു വിപത്തായി മാറിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെ പ്രതിരോധിക്കാനാണ് സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നത്. നാടൊന്നാകെ ലഹരിക്കെതിരെ കൈകോർക്കേണ്ട സമയമാണ്. മദ്യവും മയക്കുമരുന്നും ഒരു വ്യക്തിയെ മാത്രമല്ല, കുടുംബങ്ങളെയും തലമുറകളെയും സമൂഹത്തെ ആകെയും മാരകമായി ബാധിക്കുകയാണ്. അതിനെ പിൻപറ്റി നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ നാടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നു, യുവജനങ്ങളെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുന്നു. കേരളത്തിൽ നടമാടുന്ന പല ക്രിമിനൽ കേസുകളും കൊലപാതകങ്ങളും പരിശോധിച്ചാൽ അവിടെ ലഹരിയാണ് വില്ലൻ. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കൊലപ്പെടുത്തിയത് ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പകയിലാണ്. ഇതോടൊപ്പം കോട്ടയത്ത് മദ്യപ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ കലാശിച്ച സംഭവത്തെക്കുറിച്ചും കേട്ടു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലഹരി മാഫിയകളെ പേടിക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവർക്കെതിരെ പ്രതികരിച്ചാൽ ആക്രമിക്കാനും കൊല്ലാനും മടിക്കില്ല. മയക്കുമരുന്ന് സംഘങ്ങൾ ഈ നാടിനെ അത്രമാത്രം പിടിമുറുക്കി കഴിഞ്ഞു. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കൊലപ്പെടുത്തിയത് ലഹരി മാഫിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിൻ്റെ പകയിലാണ്. വീടിനോട് ചേർന്നുള്ള മുറിയിലാണ് പുതിയ കോവിലകം സ്വദേശി ബിജുവിനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ പ്രദേശത്തെ ലഹരി സംഘമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പശുവിനെ കറക്കാനായി വിളിക്കാൻ ചെന്ന അമ്മ ബേബിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. ബിജു കിടന്നിരുന്ന ഒറ്റമുറി വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. കഴുത്തിലും വയറിലും ആഴത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകൾക്കിടയിൽ ലഹരി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബിജു പോലീസിന് കൈമാറിയിരുന്നതായി കുടുംബം പറയുന്നു. ഈ വൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരണം സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളം ഇപ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നാടായി മാറുകയാണ്. ലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ അക്രമം അഴിച്ചുവിടുന്ന കാഴ്ച. ചെറിയ വാക്കുതർക്കങ്ങൾ പോലും കൊലപാതകത്തിലേക്ക് വഴിമാറുന്നു. കോട്ടയം നഗരമധ്യത്തിൽ മദ്യപ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ കൊലപാതകത്തിലാണ് കലാശിച്ചത്. പാമ്പാടി സ്വദേശി വിനീതാണ് കുത്തേറ്റ് മരിച്ചത്. പ്രതി മാങ്ങാനം സ്വദേശി ശ്രീകാന്തിനെ പോലീസ് പിടികൂടി. രാത്രി 11:15 കോട്ടയം നഗരമധ്യത്തിലെ കേരള ബാങ്കിന് മുന്നിലായിരുന്നു സംഭവം. മദ്യലഹരിയിൽ സാമൂഹിക വിരുദ്ധ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സംഘം എത്തിയപ്പോഴേക്കും കൊലപാതകം നടന്നിരുന്നു. പാമ്പാടി കോത്തല തടത്തിൽ പുത്തൻ പുതിയിടത്തിൽ വിനീതാണ് കുത്തേറ്റ് മരിച്ചത്. ഇയാൾക്ക് 30 വയസ്സായിരുന്നു. വിനീതിനെ കുത്തിയ മാങ്ങാനം പുത്തമ്പറമ്പിൽ ശ്രീകാന്തിനെ പോലീസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി. വിവരമറിഞ്ഞെത്തിയ കൺട്രോൾ റൂം സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കത്തിക്കുത്തുണ്ടായി തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി വിനീതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നഗരമധ്യത്തിൽ രാത്രിയുണ്ടായ കൊലപാതകം നാട്ടുകാരുടെ സ്വസ്ഥമായ ജീവിതത്തെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് 18 കോട്ടയം. നിസ്സാര പ്രശ്നങ്ങളിൽ പോലും പൊട്ടിത്തെറിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന യുവാക്കൾ. കേരളത്തിൻ്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഇവിടെ അക്രമവും കൊലപാതകവും നിത്യ സംഭവങ്ങളായി മാറുന്നു. കൊച്ചി മട്ടാഞ്ചേരിയിൽ
പെട്രോൾ പമ്പ് ജീവനക്കാരനെ രണ്ടംഗ സംഘം ആക്രമിച്ചത് ചെറിയ വാക്കുതർക്കത്തെ തുടർന്നാണ്. പെട്രോൾ അടിച്ചതിന് ശേഷം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ജീവനക്കാരനായ വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 2 യുവാക്കൾക്കെതിരെ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തു. ഈ മാസം 13 വൈകിട്ട് 4 മണിയോടെയാണ് മട്ടാഞ്ചേരി ചുള്ളിക്കലിലുള്ള കുമാർ പെട്രോൾ പമ്പിൽ വെച്ച് അക്രമ സംഭവം ഉണ്ടായത്. പമ്പിൽ പെട്രോൾ അടിക്കാനായി ബൈക്കിലെത്തിയ 2 അംഗ സംഘം ആക്രമണം നടത്തിയെന്നാണ് പരാതി. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച ശേഷം പണം നൽകാതെ പമ്പ് മാനേജർ വിഷ്ണുവുമായി ഇവർ പ്രശ്നമുണ്ടാക്കി. പിന്നീട് ATM കാർഡ് വഴി പണം നൽകുന്നതിനിടെ വാക്കുതർക്കമുണ്ടാവുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു. ബൈക്കിലെത്തിയ യുവാവ് പമ്പ് മാനേജരെ ക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പമ്പിലെ മറ്റ് ജീവനക്കാരും നാട്ടുകാരും ഇടപെട്ടെങ്കിലും യുവാവ് ആക്രമണം തുടർന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇയാൾ മർദ്ദിച്ചതെന്നാണ് പമ്പ് മാനേജർ വിഷ്ണുവിന്റെ മൊഴി. സംഭവത്തിൽ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി ഹരിപ്പാട് സ്വദേശിനി സാവരിയയുടെ കൊലപാതകം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സാവരിയെ പ്രതി സാദറുൾ മതം മാറ്റാൻ ശ്രമിച്ചിരുന്നു. അത് നിരസിച്ചതിന്റെ വിരോധത്തിലായിരുന്നു കൊലപാതകം. പെൺകുട്ടിയുടെ മരണം തലയ്ക്കടിയേറ്റാണെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. ശരീരത്തിലെ പരിക്കുകൾ മരണത്തിന് 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് തലക്കേറ്റ മാരകമായ ക്ഷതമാണ് മരണകാരണം. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം വണ്ടാനത്തെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. സാവരിയുടെ ബന്ധുക്കൾക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് പരിക്കുകളുടെ വിശദാംശങ്ങൾ ഉള്ളത്. ശരീരത്തിലെ പരിക്കുകൾ മരണത്തിന് 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായതാണെന്നും മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് തലക്കേറ്റ മാരകമായ ക്ഷതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നടത്തിയ ശസ്ത്രക്രിയയും പോസ്റ്റ്മോർട്ടവും കാരണം ചില പരിക്കുകൾക്ക് മാറ്റമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് അധികൃതർക്ക് കൈമാറും. ഉസ്ബെക്കിസ്ഥാനിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനു മുമ്പ് നടത്തിയ ശസ്ത്രക്രിയയുടെ റിപ്പോർട്ട് ലഭിച്ചാലേ അന്തിമ അഭിപ്രായം പറയാൻ കഴിയുമെന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നടത്തിയ ആദ്യ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ ബന്ധുക്കൾക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 20 ദിവസത്തിനകം ലഭ്യമാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വീട്ടുകാരെ അറിയിച്ചത്. ഹരിപ്പാട് സ്വദേശിയായ സാവരിയ ബസന്ത് ഈ മാസം 4-നാണ് ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുള്ളനം ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതായാണ് കേസ്. സദറുള്ളനം അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോകാനാണ് സാവരിയുടെ ബന്ധുക്കളുടെ തീരുമാനം. അതേസമയം സാവരിയുടെ സഹപാഠികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു തുടങ്ങി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പിലാപ്പുഴയിലെ സാവരിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിൽ ഹരിപ്പാട് SHOയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ഹരിപ്പാട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടാനും സൗഹൃദം കൂടാനും വരുന്ന ആളുകളെ സൂക്ഷിക്കണം കേട്ടോ. പ്രത്യേകിച്ച് വ്യവസായികളെയും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരെയും ലക്ഷ്യമിട്ട് ഹണി ട്രാപ്പ് സംഘങ്ങൾ സജീവമാണ്. തിരുവനന്തപുരത്ത് ഹണി ട്രാപ്പിൽ കുടുക്കി വ്യവസായിയുടെ 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിലായി. കേസിലെ 1-ാം പ്രതി റോഷ്നി സുരേഷിനെ വഞ്ചൂർ പോലീസാണ് പിടികൂടിയത്. വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ മറ്റു 4 പ്രതികൾക്കു വേണ്ടി അന്വേഷണം ഊർജിതമാണ്.
തെലങ്കാന സ്വദേശിയായ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി 5 കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നെയ്യാറ്റിൻകര സ്വദേശിനിക്കും 3 സുഹൃത്തുക്കൾക്കുമെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. വ്യവസായിയുടെ കമ്പനി ലാഭവിഹിതത്തിന് പുറമെ ഫ്ളാറ്റും സ്ഥലവും സ്വർണവും പ്രതികൾ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു. കൂടുതൽ പണം നൽകിയില്ലെങ്കിൽ ഭാര്യയെയും കുട്ടിയെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുമെന്നും ഭാര്യയെ സെക്സ് റാക്കറ്റിന് വിൽക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശിനി റോഷ്നി സുരേഷാണ് കേസിലെ 1-ാം പ്രതി. ഇവരുടെ സുഹൃത്തുക്കളായ ഇബിൻ, ഉണ്ണിമോൾ, അഭിഷേക് എന്നിവരാണ് മറ്റു 3 പ്രതികൾ. 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം വഞ്ചിയൂർ പോലീസ് ഊർജിതമാക്കി. അറസ്റ്റിലായ റോഷ്നിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ സമീപകാലത്തിറങ്ങിയ പല സിനിമകളും കുട്ടികളിൽ പല രീതിയിൽ സ്വാധീനം ചെലുത്താറുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കും സിനിമ തന്നെയാണ് പ്രധാന വില്ലൻ. പിന്നീട് അത് അനുകരിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളാണ് ഇവിടെ വയലൻസ് സൃഷ്ടിക്കുന്നത്. പാലക്കാട് തൃത്താലയിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. കുമരനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തു. മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സ്കൂൾ വിട്ട സമയത്ത് ഗ്രൗണ്ടിൽ വെച്ച് കുമരനെല്ലൂർ സ്കൂളിലെ 9-ാം ക്ലാസ് +1 വിദ്യാർത്ഥികൾ ചേർന്ന് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി വൈകുന്നേരം 5:30-ഓടെ എഞ്ചിനീയറിംഗ് റോഡിൽ വെച്ച് 9-ാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ സഹോദരനുമായി ബൈക്കിലെത്തി വീണ്ടും മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനത്തിനിടെ നിലത്തു വീണ 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കൈക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിൽ പ്രായപൂർത്തിയായ ഒരാൾ ഉൾപ്പെടെ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറത്തുവെച്ചാണ് മറ്റൊരു സംഘർഷം നടന്നത്. നിലവിൽ +2-ൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ സ്കൂളിലെത്തിയവരും തമ്മിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വാക്കേറ്റവും തുടർന്ന് അടിപിടിയും ഉണ്ടായത്. സംഘർഷത്തിൽ +2 വിദ്യാർത്ഥികളായ 2 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരു കുട്ടിയുടെ തലയ്ക്കും മറ്റൊരു കുട്ടിയുടെ തോളിലുമാണ് പരിക്കേറ്റത്. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം സംഘർഷങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് തൃത്താല പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയെ ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്താകെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഇതിന് സമാനമായൊരു കേസാണ് ഉത്തർപ്രദേശിലെ മീററ്റിലുണ്ടായത്. ഭർത്താവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യയും കാമുകനും പിടിയിലായി. 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കാനാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ഹസ്തിനപുരത്ത് കൃഷ്ണ കിഡ്സ് പ്ലേ സ്കൂൾ നടത്തിയിരുന്ന അതുൽ പൻവാറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അതുലിന്റെ ഭാര്യ ദാമിനി, സ്കൂളിലെ ഡ്രൈവറും ദാമിനിയുടെ കാമുകനുമായ തുഷാര എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7 വർഷത്തോളമായി പ്രണയത്തിലായിരുന്ന അതുലും ദാമിനിയും 2019-ലാണ് വിവാഹിതരായത്. 3 വർഷം മുൻപ് ആരംഭിച്ച ഇവരുടെ പ്ലേ സ്കൂളിലെ ഡ്രൈവറായിരുന്ന തുഷാറുമായി ദാമിനി പ്രണയത്തിലാവുകയും തുടർന്ന് ഭർത്താവിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. അതുലിന്റെ പേരിലുള്ള 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത നാടുവിടാനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് പറയുന്നു.
2 മാസം മുൻപ് അതുലിനെ റോഡപകടത്തിൽ കൊലപ്പെടുത്താൻ പ്രതികൾ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു. തുടർന്നാണ് പാമ്പിനെ ഉപയോഗിച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. ദാമിനി നൽകിയ 15,000 രൂപ ഉപയോഗിച്ച് 2 പാമ്പാട്ടികളിൽ നിന്നാണ് തുഷാർ വിഷപ്പാമ്പിനെ വാങ്ങിയത്. ഇത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കൊല നടന്ന ദിവസം രാത്രി ദാമിനി ഉറക്കഗുളി കലർത്തിയ പാൽ നൽകി ഭർത്താവിനെ ബോധരഹിതനാക്കി. തുടർന്ന് പാമ്പിനെ അതുലിന്റെ കിടക്കയിലേക്ക് തുറന്നുവിട്ടു. പാമ്പുകടിയേറ്റ് അതുൽ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ദാമിനി തന്നെയാണ് മരണവിവരം ബന്ധുക്കളെയും പോലീസിനെയും അറിയിച്ചത്. മരണത്തിലെ അസ്വാഭാവികതയിൽ കുടുംബാംഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. ഇതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ ഫോൺ രേഖകൾ നിർണായക തെളിവായി മാറുകയായിരുന്നു. തുഷാറിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് പാമ്പിനെ പെട്ടിക്കുള്ളിൽ ഇട്ടിരുന്ന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇതോടെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും പ്രതികൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. തുഷാറിന്റെ കൂട്ടാളികളായ സോനു, ഉദയകുമാർ എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് 18 ഉത്തർപ്രദേശ്. ഇനി വളരെ വിചിത്രവും ദുരൂഹവുമായ ഒരു ആത്മഹത്യാ കേസിലേക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി ഹൈദരാബാദിലെ ക്ഷേത്രത്തിനോട് ചേർന്ന കുളത്തിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. രാത്രിയിൽ നഗ്നയായി നടന്ന് ക്ഷേത്രത്തിലെത്തിയ ഹൈദരാബാദ് സ്വദേശിനി തേജസ്വിനി എന്ന 25-കാരിയാണ് ജീവനൊടുക്കിയത്. മുങ്ങി മരിക്കുന്നതിന് തൊട്ട് മുൻപ് യുവതി കൈയിലെന്തിയെന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം കണ്ടെത്താനായി പോലീസ് കുളത്തിൽ തിരച്ചിൽ തുടരുകയാണ്. യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം വെള്ളിയാഴ്ച തേജസ്വിനിയും അമ്മയും കൂടി വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലെ മിയാപൂരിലെത്തിയിരുന്നു. തിരികെ വീട്ടിലെത്തിയ ഇവർ വെവ്വേറെ മുറികളിൽ ഉറങ്ങാനായി പോയി. തുടർന്ന് തേജസ്വിനി രാത്രിയിൽ അമ്മയുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷം വിവസ്ത്രയായി അടുത്തുള്ള ക്ഷേത്രത്തിലെത്തുകയും അവിടെയുള്ള കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് പോലീസ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയത്. യുവതി ക്ഷേത്രത്തിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. യുവതി വിഗ്രഹവും എടുത്ത് കുളത്തിലേക്ക് പോയെന്നാണ് കരുതുന്നത്. കുളത്തിൽ വിഗ്രഹത്തിനായി തെരച്ചിൽ നടത്തുന്നുണ്ട്. മുമ്പ് ബംഗളൂരുവിലെ IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തേജസ്വിനി കുറച്ചുനാളായി അമ്മയ്ക്കൊപ്പം ഹൈദരാബാദിലാണ് താമസിച്ചിരുന്നത്. യുവതിയുടെ മാതാപിതാക്കൾ വിവാഹമോചിതരാണ്. വിചിത്രവും ദുരൂഹവുമായ വാദങ്ങളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. മരണത്തിനു മുമ്പ് യുവതി വസ്ത്രങ്ങൾ പൂർണ്ണമായും അഴിച്ചുമാറ്റി സമീപത്തെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ദേവി വിഗ്രഹം കൈക്കലാക്കി കുളത്തിലേക്ക് നടന്നുപോയി ചാടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. യുവതിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തേജസ്വിനിയുടെ മരണത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. അമ്മ അരുണയെ പോലീസ് ചോദ്യം ചെയ്തു. തേജസ്വിനിയുടെ മരണമൊഴിയെന്ന് സംശയിക്കുന്ന രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ, സംഭവത്തിനു മുമ്പുള്ള ദിവസങ്ങളിലെ ഇവരുടെ നീക്കങ്ങൾ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. താമസിച്ചിരുന്ന ഫ്ളാറ്റിനായി വാടക ഇനത്തിൽ പ്രതിമാസം ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ഇവർ ചെലവഴിച്ചിരുന്നു. ഇത്രയും വലിയ തുക എന്തിനാണ് നൽകിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ 2 നിലകൾ അനധികൃതമായി ഒരു ലോഡ്ജ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. ഇതിന് മരണവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ഹൈദരാബാദ്. കൂടോത്രത്തിലും മന്ത്രവാദത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? ചിലരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിച്ചാൽ അതിന് കാരണം കൂടോത്രമാണെന്ന് കരുതുന്നവരുണ്ട്. പിന്നീട് അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തും. തൃശ്ശൂരിൽ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്നാരോപിച്ച് വയോധികയായ അമ്മയെ ആക്രമിച്ച് കൈ തല്ലിയൊടിച്ച മകനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഏങ്ങണ്ടിയൂർ സ്വദേശിനി തുളസിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മകൻ മനോജിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. 1 വർഷം മുൻപ് വീട്ടിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. മാസം 6 രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മനോജിന്റെ കുടുംബത്തിനുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മ തുളസി മന്ത്രവാദം ചെയ്തതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചേറ്റുവയിലുള്ള തറവാട്ട് വീട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന 71-കാരി തുളസിയെ ബലം പ്രയോഗിച്ച് താഴെയിടുകയും കൈകൾ കൊണ്ട് മർദ്ദിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തതായാണ് പരാതി. ഇടത് കൈ പിടിച്ച് തിരിച്ച് ഒടിക്കുകയും അരയിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. വധശ്രമത്തിന് കേസെടുത്താണ് മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.
വർഷം മുൻപ് വീട്ടിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും 2024 വാർഡ് മെമ്പറെ ആക്രമിച്ച കേസിലും പ്രതിയാണ് മനോജ്. വാടാനപ്പള്ളി SI ലാൽസൻ, ASI കാജ ഹുസൈൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിഷാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തൃശൂർ. ഈ നാട്ടിൽ നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ കാക്കിയിട്ടവർ തന്നെ നിയമം ലംഘിച്ചാലോ? അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ നല്ല നടപ്പ് പഠിപ്പിക്കുന്നതാണ് നല്ലത്. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ച CIയെ സസ്പെൻഡ് ചെയ്തു. പട്ടം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CI യഹിയയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇയാൾ മദ്യപിച്ചെത്തിയാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. IGP പ്രകാശാണ് CI യഹിയയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പനവൂർ ചുള്ളിമാനൂർ മേഖലയിൽ ഫുട്ബോൾ ഫാൻ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് നെടുമങ്ങാട് പോലീസ് കരുതൽ തടങ്കിലാക്കിയവരെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ യഹിയ ശ്രമിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായാണ് FIR. തുടർന്ന് യഹിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടി. ചുള്ളിമാനൂർ സ്വദേശിയും ക്രൈം റെക്കോർഡ് ബ്യൂറോ ഇൻസ്പെക്ടറുമാണ് 51-കാരനായ യഹിയ. കരുതൽ തടങ്കിലെടുത്ത തന്റെ ബന്ധുക്കളെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് യഹിയ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് തടഞ്ഞിട്ടും സെല്ലിന് മുന്നിൽ പേപ്പർ വിരിച്ച് പ്രതികൾക്കൊപ്പം കിടന്ന ഇയാൾ പിന്നീട് സെല്ലിനകത്ത് കയറിക്കിടന്നു. യഹിയെ സെല്ലിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ചുള്ളിമാനൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് 4 പേരെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ 2 പേർ യഹിയയുടെ അടുത്ത ബന്ധുക്കളായിരുന്നു. ഇവരെ മോചിപ്പിക്കാനെത്തിയപ്പോഴാണ് സ്റ്റേഷനിൽ യഹിയ ബഹളം വെച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മുമ്പും യഹിയക്കെതിരെ വിവിധ വകുപ്പ് തല നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. മനുഷ്യരുടെ കണ്ണീരും ചോരയും വീണ നിരവധി സഹകരണ ബാങ്കുകളുണ്ട് കേരളത്തിൽ. ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച് പിന്നീട് ചതിക്കപ്പെട്ട ആളുകൾ. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് അധികൃതരുടെ ക്രൂരത കിഡ്നി രോഗബാധിതയായ 72-കാരിയുടെ ജീവിതമാണ് ഇരുട്ടിലാക്കിയത്. 31 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച മറിയാമ്മയ്ക്ക് ഇപ്പോൾ ചികിത്സയ്ക്ക് പോലും പണമില്ല. ഇതോടെ ഈ വയോധികയുടെ ഡയാലിസിസും മുടങ്ങിയ അവസ്ഥ. ഇത്തരത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നിരവധി നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത് വസ്തുവകകൾ സമ്പാദിച്ചെന്നാണ് ആരോപണം. മേലച്ചിന്നാർ സ്വദേശി മാളിയക്കൽ മറിയാമ്മ എന്ന 72 വയസ്സുള്ള വയോധിക തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് 31 ലക്ഷം രൂപയാണ്. സെക്രട്ടറി സുനിതാകുമാരിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് മറ്റ് 2 ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്ന തുകകൾ ഇവിടേക്ക് മാറ്റുകയായിരുന്നു. ഉയർന്ന നിരക്കിൽ പലിശ വാഗ്ദാനം ചെയ്താണ് സെക്രട്ടറി മറിയാമ്മയെക്കൊണ്ട് തുക ഇവിടേക്ക് എത്തിച്ചത്. എന്നാൽ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സാ ആവശ്യങ്ങൾക്കായി പണം ചോദിച്ചപ്പോൾ പിന്നീട് വരുവാനാണ് മറുപടി. നിരവധി തവണ ബാങ്കിൽ കയറിയിറങ്ങിയപ്പോൾ ലഭിച്ചത് 2 ലക്ഷത്തോളം രൂപ മാത്രമാണെന്നും അത് നൽകിയത് തന്നെ 1000ഉം 2000ഉം വീതമാണെന്നും മറിയാമ്മ വ്യക്തമാക്കി. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ? മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. ഡയാലിസിസ് ചെയ്യുന്നതിന് അൽഫോൻസ ആശുപത്രിയില്ല. അവിടെ പൈസ കൊടുക്കാതെ അവർ സമ്മതിക്കും. ഇച്ചിരിച്ച് തന്നിട്ട് തന്നെ കാര്യമാണ്. സെക്രട്ടറി കാശ് ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അവൻ 1 ഏക്കർ സ്ഥലം എനിക്ക് പാർക്കറ്റിൻ്റെ വേണ്ടല്ല. എനിക്ക് ഇന്നത്തെ സ്ഥലം പറ 3000 രൂപ 2000 രൂപ വരെ പ്രാവശ്യം ആശുപത്രി പോകുമ്പോൾ എനിക്ക് തരുമായിരുന്നു.
31 ലക്ഷം രൂപ ബാങ്കിലുള്ളപ്പോഴാണ് തനിക്ക് ഈ ഗതികേടെന്ന് ഈ വയോധിക പറയുന്നു. ചികിത്സ മുടങ്ങിയതോടെ മറിയാമ്മ ബാങ്കിനും സഹകരണ വകുപ്പിനും പോലീസിനും പരാതി നൽകി. പണത്തിനു പകരം സമീപത്തെ മലമുകളിൽ 1 ഏക്കർ സ്ഥലം നൽകാമെന്ന് പ്രസിഡന്റ് പറഞ്ഞതായും മറിയാമ്മ പറഞ്ഞു. മാരക രോഗികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത് ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും വസ്തുവകകൾ സമ്പാദിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ രാമന്തളിയിൽ 16-കാരനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. രാമന്തളി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത്. മുമ്പ് അടുത്ത ബന്ധത്തിലുള്ള പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനുശേഷം ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും മകനും കൊച്ചുമക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയും ഉണ്ടായി. കോഴിക്കോട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട 16-കാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് മാവൂർ പനങ്ങോട് സ്വദേശി അഭിജിത്ത്. ഒരു വ്യക്തി സ്വയം ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അതികഠിനമായ പ്രതിസന്ധികളിൽ തകർന്നു പോകുമ്പോഴായിരിക്കും. ജീവിതം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴാകാം. താങ്ങാൻ കഴിയാത്ത മാനസിക സംഘർഷങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴാകാം. എന്നാൽ സമാന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാറുണ്ടോ? ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലെന്നേ. പക്ഷെ ചില ഘട്ടങ്ങളിൽ മനസ്സ് കൈവിട്ടു പോകാം. കോട്ടയം മറ്റപ്പള്ളി സ്വദേശി ജോബി കുടുംബത്തോടൊപ്പം മരിക്കാൻ തീരുമാനിച്ചത് സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്നാണ്. അങ്ങനെ ജോബിയും ഭാര്യയും മക്കളും ഒന്നിച്ച് വിഷം കഴിച്ചു. രാവിലെ ഇവരുടെ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത്. 4 പേരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജോബിയുടെ ഭാര്യ ജോസ്നയുടെയും മൂത്ത മകൾ മരിയുടെയും മരണം സംഭവിച്ചിരുന്നു. ജോബിയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആത്മഹത്യാ പ്രവണത ഒരു ഗുരുതര മാനസിക വെല്ലുവിളിയാണ്. ഇത്തരം പ്രശ്നങ്ങളെ നമുക്കും മറികടന്നേ മതിയാകൂ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന ചിന്തയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.